കിഴക്കൻ മേഖലയിൽ പാൻ മസാല വേട്ട തുടരുന്നു. കേരളത്തിനോടൊപ്പം തമിഴ്നാട് സർക്കാരും പാൻ മസാല നിരോധിച്ച സാഹചര്യത്തിലാണ് ഇത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വൻതോതിൽ പാൻ മസാല കടത്തു നടക്കും എന്ന് തെന്മല പോലീസ് സബ് ഇൻസ്പെക്ടർ നാസറുദ്ദീൻ അറിയിച്ചു. തമിഴ്നാട്ടില് ഈ വരുന്ന 29-ാം തീയതി മുതൽ ഈ പാൻ പരാഗ്, പാൻ മസാല, ശംഭു, ഹാൻസ്, ഗണേഷ് എന്ന് പറയുന്ന ഈ ടുബാക്കോ ഉൽപ്പന്നങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് സാധനങ്ങൾ കൂടുതലായിട്ട് ഇത്രയും പെട്ടെന്ന് വെളിയിലേക്ക് കടത്തണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇവിടുന്ന് കേരളത്തിലേക്ക് ബസ്സുകളിലും തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ ബസ്സിലും കേരളത്തേക്ക് വരുന്ന ഇന്റർ സ്റ്റേറ്റ് ബസ്സുകളിലും ബൈക്കുകളിലും പല വിധത്തിൽ അമിതമായി കടത്തുന്നുള്ള അറിവ് കിട്ടിയിട്ടുണ്ട്. ശക്തമായ രീതിയിൽ റെയ്ഡ് പോലീസ് സംഘമായി തിരിഞ്ഞ് പല രായും പകലും റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ 26-ാം തീയതി 3 ബസ്സിൽ നിന്ന് ഏകദേശം 1300-1500 വീതം പാക്കറ്റുകൾ 3 പേരെ ആളിനെ പ്രതി ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് കേസെടുത്തിട്ടുണ്ട്. 2 കേരള സ്റ്റേറ്റ് ബസ്സിൽ നിന്നും ഒരു ഇന്റർ സ്റ്റേറ്റ് തമിഴ്നാട് ബസ്സിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. അതിന് 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, 3 കേസെടുത്തിട്ടുണ്ട്. 1300 പാക്കറ്റ് അത് ഈ ശംഭു, ഗണേഷ്, ഹാൻസ് എന്നീ ഐറ്റങ്ങളാണ് പിടിച്ചെടുത്തത്. ഇക്കഴിഞ്ഞ ദിവസം ബൈക്കിൽ പാൻ മസാല കടത്താൻ ശ്രമിച്ച മഹേഷ് എന്ന യുവാവിനെ തെന്മല പോലീസ് പിടികൂടി. കേരളത്തിൽ പാൻ മസാല നിരോധിച്ചതിനു ശേഷം ആര്യങ്കാവിലും തെന്മലയിലുമായി ഏകദേശം 15 ലക്ഷത്തോളം രൂപയുടെ പാൻ മസാലയാണ് പിടികൂടിയിരിക്കുന്നത്. എന്നാൽ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ലോബികളെ പിടികൂടാനോ കേരളത്തിൽ പാൻ മസാല വിൽപ്പന നിയന്ത്രിക്കാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന ആക്ഷേപവും ജനങ്ങൾക്കിടയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല.